കോസ്മെറ്റിക് ഗൈനക്കോളജി നമുക്കിതൊരു പുതിയ വാക്കായിരിക്കും. ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ കാർത്തിക നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം മാം. ഹായ്, നമസ്കാരം. കോസ്മെറ്റിക് ഗൈനക്കോളജി ഈ വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഞാനിങ്ങനെ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം ഈ വാക്ക് കേട്ടു എനിക്കിത് പുതിയൊരു വാക്കായിരുന്നു, ടു ബി ഹോണസ്റ്റ്. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, ഓക്കെ, ഈ പ്രഗ്നൻ്റ് ആകുന്ന അമ്മമാർ അവർക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റുകൾ ആയിരിക്കും കൂടുതലും കോസ്മെറ്റിക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക. അതൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പുരുകം ത്രെഡ് ചെയ്യാൻ പാടില്ല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, ലോഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു പുതിയതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് എൻ്റെ കൂട്ടുകാരിനോട് പറഞ്ഞ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ കുഞ്ഞിനെ ഭയങ്കര സൗന്ദര്യത്തോടെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്തെങ്കിലും പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി. പിന്നെ ഇത് മനസ്സിലായപ്പോഴാണ് ഓക്കെ, കോസ്മെറ്റിക് ഗൈനക്കോളജി വേറെ തന്നെ ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം എന്താണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി? സാധാരണ ഗൈനക്കോളജിയിൽ നിന്നും ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ എല്ലാവരും കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ഗൈനക്കിലെ എന്തോ കോസ്മെറ്റിക് പർപ്പസ്. ഗൈനക്കിൽ തന്നെ നമുക്ക് ഓബ്സ്റ്ററ്റിക്സും ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്. അതിൽ പ്രസവം, പ്രഗ്നൻസി ഇതെല്ലാം വരുന്നത് ഓബ്സ്റ്ററ്റിക്സിൻ്റെ അടിയിലാണ്. ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ യൂട്രസ്, ഓവറി, ട്യൂബ്സ് സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയാണ് ഗൈനക്കോളജിയിൽ വരുന്നത്. അപ്പോൾ ഗൈനക്കിൽ ഒരു കോസ്മെറ്റോളജി എന്താ ചെയ്യണമെന്ന് മിക്കവരും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഇപ്പം പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ നമ്മുടെ ബോഡിയിലത്തെ എല്ലാ പാർട്സും ഭയങ്കര കെയറോടും അറ്റൻഷനോടും കൂടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ബോഡി ഷേപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ ഏറ്റവും ഇഗ്നോർ ചെയ്യുന്നൊരു പാർട്ടാണ് ഇൻറ്റിമേറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസ്. ആ പ്രൈവറ്റ് ഏരിയാസിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പം അതിനുള്ള ഒരു സൊല്യൂഷനാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. എന്ന് വെച്ചാൽ ഗൈനക്കോളജി നമ്മൾ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം മെൻസ്ട്രേഷനിലുള്ള എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ സിസ്റ്റ്, ഫൈബ്രോയിഡ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയാണ് ഗൈനക്കോളജി. കോസ്മെറ്റിക് ഗൈനക്കിൽ നമ്മൾ ആക്ച്വലി ചികിത്സിക്കുകയല്ല, വി ആർ ആക്ച്വലി റിലീവിങ് ദം ഓഫ് ദ ഡിസ്ട്രെസ് ആൻഡ് ഇംപ്രൂവിങ് ദെയർ കംഫർട്ട് ഇംപ്രൂവ് ചെയ്യുമ്പോഴത്തേക്ക് യു ആർ ആക്ച്വലി ഇംപ്രൂവിങ് ദെയർ കോൺഫിഡൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്. അതാണ് ബേസിക്കലി കോസ്മെറ്റിക് ഗൈനക്കോളജി. സോ കോസ്മെറ്റിക് എന്ന് പറയുമ്പം ബ്യൂട്ടി മാത്രം നമ്മൾ വിചാരിക്കരുത്. ഇറ്റ് ഈസ് മോർ ഓഫ് എ ഫങ്ഷണൽ പാർട്ട് ആൻഡ് ബ്യൂട്ടി ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് കോസ്മെറ്റിക് ഗൈനക്. ഒരു ഗർഭിണി നിർബന്ധമായ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിനെ കാണേണ്ടതുണ്ടോ? ട്രീറ്റ്മെൻറ്റ്സ്, കോസ്മെറ്റിക് ഗൈനക്കോളജിയിലെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ യൂഷ്വലി പ്രഗ്നൻസിയിൽ ചെയ്യാറില്ല. നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മളിപ്പോൾ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ പോസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി കൊണ്ട് സ്ത്രീകളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കാറുണ്ട്. ഫ്രം സ്ട്രെച്ച് മാർക്സ് ടു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പ്ലസ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ നടക്കുന്ന വജൈനൽ ലാക്സിസിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും സ്ത്രീകളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുക്കണോ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ എടുക്കണോ, അതിൻ്റെ ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ മാത്രമാണ് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ ഡ്യൂറിങ് പ്രഗ്നൻസി കാണേണ്ടത്. യൂഷ്വലി മോസ്റ്റ്ലി പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ടൈമിലായിരിക്കും മിക്കവർക്കും ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിൻ്റെ ആവശ്യം വേണ്ടി വരിക. ഇപ്പം ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായ ഒരാളെ സംബന്ധിച്ച് രണ്ടാമത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ സഹായം നല്ലതായിരിക്കില്ല. കാരണം അവിടുത്തെ ഇപ്പം വെജൈനൽ ഭാഗങ്ങളിലുള്ള മസിൽസ് ഒക്കെ ലോസ് ആവാനുള്ള ഒരു സാധ്യത, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവില്ല, സ്റ്റിച്ച് ഇടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം അത്തരം രണ്ടാമതൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കാണണം, കോസ്മെറ്റിക് ഗൈനക്കോളജിനെ കാണണം. കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ പ്രഗ്നൻസി പ്ലാനിങ്ങിനായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. പേഷ്യൻസിന് ഇപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, ഇപ്പം സെക്കൻഡ് പ്രഗ്നൻസിക്ക് നോക്കുന്നു, അവരുടെ സെക്ഷുവൽ ലൈഫ് അത്ര നല്ലതല്ല, പ്രീവിയസ് ഒരു ഡെലിവറി കഴിഞ്ഞു, വജൈനൽ ലാക്സിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്നു, ഇച്ചിങ് വരുന്നു, ഡിസ്കംഫേർട്ട് വരുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മേ ബി ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണാം. പക്ഷെ നമ്മളൊരു
പ്രഗ്നൻസി ആകാൻ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണോ, അതൊക്കെ ചോദിക്കേണ്ടത് ഐദർ ഒരു ഗൈനക്കോളജിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനോട്. അപ്പം അവിടെ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിന് ആക്ച്വലി വലിയ റോളുകളൊന്നും ഇല്ല. നമ്മളിപ്പം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്കുകൾ, ചൊറിച്ചിൽ, ഇച്ചിങ്സ്, അങ്ങനത്തെ കുറേ ഹോർമോൺ ചേഞ്ചസിൽ ബോഡിയിൽ ഉണ്ടാവുന്ന കറുത്ത പാടുകൾ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി എത്രത്തോളം സഹായകരമാണ്? ഡ്യൂറിങ് പ്രഗ്നൻസി ഞാൻ പറഞ്ഞല്ലോ, കോസ്മെറ്റിക്കിന് വലിയൊരു റോളില്ല. പക്ഷേ നമ്മൾ ഈ വരുന്ന ബുദ്ധിമുട്ടുകളുടെ സിവിയറിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് തന്നെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്നുള്ള നമ്മുടെ സ്കിൻ വരുന്ന ഒരു സ്ട്രെച്ചിങ് കാരണമാണ് ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് സ്കിൻ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലുള്ള കൊളാജൻസ്, ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഒക്കെ പൊട്ടും. ആ ടയറിങ് കാരണമാണ് ബേസിക്കലി സ്ട്രെച്ച് മാർക്സ് വരുന്നത്. പിന്നെ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ കൂടി ഉണ്ട് ഇതിന്. ചിലവർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസവിച്ചു എന്ന് പോലും വയറ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റില്ല, തീരെ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ല. ചിലവർക്ക് ഭയങ്കര സ്ട്രെച്ച് മാർക്സ് ആയിരിക്കും. ഈവൻ ഒന്ന് വെയിറ്റ് ലോസ് വന്നാലോ തന്നെ സ്ട്രെച്ച് മാർക്സ് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ നമ്മൾ സ്ട്രെച്ച് മാർക്കുകളുടെ ഒരു ആക്കം കുറയ്ക്കാനായിട്ട് യൂഷ്വലി വയറ് വലുതായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഒന്ന്, ഗുഡ് ഹൈഡ്രേഷൻ, നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ മോയ്സ്ചറൈസേഷൻ, നമ്മൾ അവിടുത്തെ ഡ്രൈനെസ്സും ഈ സ്ട്രെച്ചിങ്ങിൻ്റെയും ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നല്ലോണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഹെൽത്തി ഡയറ്റ്. പിന്നെ അമിതമായിട്ട് വണ്ണം വെക്കുന്നത് നമ്മൾ തടയുക. ഇപ്പം എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ നല്ലോണം കഴിക്കുക, കുട്ടിക്കും അമ്മയ്ക്കും ഭക്ഷണം വേണം, അപ്പോൾ പെട്ടെന്ന് നമ്മൾ വേഗം കയറി തടിക്കും. ഈ പെട്ടെന്നുള്ള തടി കൂടുന്നതും പ്രഗ്നൻസിയുടെ സ്ട്രെച്ചിങ്ങിൻ്റെ കൂടെ ഈ തടി കൂടുന്നതിൻ്റെ സ്ട്രെച്ചിങ്ങും കൂടി വരും. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഗുഡ് ഹൈഡ്രേഷൻ, ഇൻക്ലൂഡ് മോർ ഓഫ് വൈറ്റമിൻ സി, പ്രോട്ടീൻ, സിങ്ക് സപ്ലിമെൻറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, മോയ്സ്ചറൈസർ. ഇത് ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെച്ച് മാർക്കുകൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാമെന്നല്ല, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരു പരിധി വരെ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് അപ്രോച്ച് വേണമെങ്കിൽ പോസ്റ്റ് ഡെലിവറി ആയിരിക്കും നമ്മളതിൽ കൂടുതൽ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിൻ്റെയോ പ്ലസ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെയും കൂടി റോള് വരും. കല്യാണം കഴിയുന്നതിന് മുന്നേ ഉള്ള പെൺകുട്ടികൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാറുണ്ടോ? അങ്ങനെ എടുക്കണോ? ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു അഡോളസൻസ്, ഒരു ഏർലി 20s കുട്ടി കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ എന്തിനു കാണണം? അവിടെ ഇപ്പം ബ്യൂട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് എല്ലാവരുടെയും കോൺസെപ്റ്റ്. പക്ഷെ ദർ ഇസ് സംതിങ് കോൾഡ്, നമ്മൾ ഈ ലേബിയ, പ്രൈവറ്റ് പാർട്ടിലുള്ള ലേബിയയ്ക്ക് ചിലവർക്ക് ഭയങ്കര വലിപ്പം കൂടുതലുണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ട്, ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ ഫ്രിക്ഷൻ വരുന്നു, അല്ലെങ്കിൽ സ്വിം വെയർ ഇടാൻ പറ്റുക, അതുകൊണ്ട് സ്വിമ്മിങ്ങിന് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻസുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് ഈ വജൈനയിലത്തെ ലേബിയം മൈനോറ വളരെ നീളക്കൂടുതലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്കതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും, ലേബിയോപ്ലാസ്റ്റി. അത് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ വരുന്ന ഒരു സർജിക്കൽ പാർട്ടാണ്, വേർ യു ക്യാൻ റെഡ്യൂസ് അത് ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഇറ്റ് ഇസ് ഫോർ ദർ ഡിസ്കംഫർട്ട്. അത് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ചിലവർ വലിപ്പം കൂടുതലുണ്ട് പക്ഷെ അവർക്ക് ഡിസ്കംഫർട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഈവൻ കല്യാണത്തിന് മുന്നേയും നമുക്ക് ഈ പ്രോബ്ലംസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഏരിയസിൽ ചിലവർക്ക് ബ്യൂട്ടിഫിക്കേഷൻ വേണം എന്നും പറഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് സംടൈംസ് യുവർ എക്സ്പെക്റ്റേഷൻസ് മൈറ്റ് ബി ഡിഫറെൻറ്റ്. നമുക്ക് കിട്ടുന്ന ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് പോണോഗ്രഫി, നമ്മൾ ഉദ്ദേശിക്കുന്ന വൾവൽ പാർട്സ് അല്ലെങ്കിൽ വജൈനൽ പാർട്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ കറക്ഷൻസ് വേണം എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു റിയലിസ്റ്റിക് പിക്ചർ കൊടുക്കുക. കാരണം ദർ ഇസ് നത്തിങ് കോൾഡ് എ പെർഫെക്റ്റ് വജൈന ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ഇതില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷനെ അത് ബാധിക്കുകയാണെങ്കിൽ മാത്രമാണ് യൂഷ്വലി ഈ കറക്ഷൻ പ്രോസസ്സൊക്കെ വേണ്ടി വരിക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഒരാൾക്ക് കൊടുക്കുക? അതോടൊപ്പം തന്നെ എത്ര ദിവസം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വരും? കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ട്രീറ്റ്മെൻറ്റിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ സർജിക്കൽ. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഉണ്ട്,
വിച്ച് ആർ മിനിമലി ഇൻവേസീവ്, അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് വേറെയുണ്ട്. ഈ മിനിമലി ഇൻവേസീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് നമുക്ക് വരുന്നത് കീഗൽസ് ചെയറാണ്, വിച്ച് ഇസ് എ വെരി നോൺ സർജിക്കൽ പ്രോസസ്. ഇപ്പോൾ കീഗൽസ് എക്സസൈസ് കേട്ടിട്ടുണ്ടാവും ആ പേര്. സാധാരണ ഈ കീഗൽസ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ സ്ട്രെങ്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡെലിവറി, പോസ്റ്റ് ചൈൽഡ് ബർത്ത് കഴിയുമ്പോൾ സ്ത്രീകളുടെ വജേനയുടെ മസിൽസ് സ്ട്രെച്ച് ചെയ്തിട്ടാണല്ലോ കുട്ടി വരുന്നത്. അതിപ്പോൾ നോർമൽ ഡെലിവറിയിൽ തന്നെ ആകണമെന്നില്ല, ഈവൻ സിസേറിയൻ ആയ സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സമയത്ത് എന്ത് പറ്റും, യൂട്രസിൽ ബേബി വരുമ്പോൾ വെയിറ്റ് താഴോട്ടല്ലേ വരുന്നത്. അപ്പോൾ യൂഷ്വലി സ്ട്രെച്ചിങ് അവിടെ വരാം. അപ്പം ഈ ലാക്സിസിറ്റി വരുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രം വരുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷെ കൂടുതലും നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, കാരണം സ്ട്രെച്ചിങ്ങും കൂടി അവിടെ വരുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ യൂഷ്വലി ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോൾ അവരോട് പറയും കീഗൽസ് എക്സസൈസ് ചെയ്യണം എന്ന് പറയും. കീഗൽസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പഠിപ്പിച്ചു വിടും. ഒരു 99% ആൾക്കാരും, 99.9% ആൾക്കാരും ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു ഫ്യൂ ഡേയ്സ് ചെയ്യും, പിന്നെ അത് വിടും. ഇതിപ്പോൾ ചെയ്തിട്ട് വലിയ കാര്യം ഇല്ലല്ലോ. പിന്നെ എല്ലാവരുടെയും ഒരു കോൺസെൻട്രേഷൻ കുട്ടീനെ നോക്കുക, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, ഫീഡിങ്, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ ആരും ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഹെൽത്ത് അവിടെ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ടൊരു സമയം കിട്ടാറില്ല. അപ്പോൾ ഈ കീഗൽസ് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ വജൈനൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് പൂർവാധികം ഡെലിവറിക്ക് മുന്നേ ഉള്ളൊരു സ്റ്റേജിലേക്ക് ഒരിക്കലും വരില്ല. അപ്പം നമ്മൾ കീഗൽസ് എക്സസൈസ് ചെയ്താൽ പെർഫെക്റ്റ്ലി 100% ബാക്ക് ടു നോർമൽ എന്നല്ല, പക്ഷേ ആ ഡിഫക്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ കീഗൽസ് ചെയറിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന പോലത്തെ ഒരു ചെയറാണ്. യു കം ആൻഡ് സിറ്റ് ഓൺ ദ ചെയർ. ഈ ചെയർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് HIFEM എന്ന് പറയും. നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നോളജിയാണ്, HIFEM, വേർ ദ ചെയർ ഈസ് ഡൂയിങ് ദറ്റ് കീഗൽസ് എക്സസൈസ് ഫോർ യു. ഇറ്റ് വിൽ കൺട്രാക്ട് ആൻഡ് റിലാക്സ് യുവർ പെൽവിക് മസിൽസ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് മസിൽസ് ആണോന്ന്. ചിലപ്പോൾ നമ്മൾ കീഗൽസ് പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ ഒന്നില്ലെങ്കിൽ ബട്ടക്സിലത്തെ മസിൽ പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ അബ്ഡമനിലെ മസിൽ പിടിക്കും. അപ്പം ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. But this chair is doing the exact effect of the Kegels exercise on the targeted muscles. അപ്പോൾ മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ചെയർ ഇസ് ഡൂയിങ് ദാറ്റ് ഫോർ യു. നമ്മൾ ചെയ്ത എത്ര സ്ട്രെങ്തിൽ നമുക്ക് ആ മസിൽസ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റില്ല. അപ്പം ആക്ച്വലി ദിസ് ചെയർ ഇസ് ഗിവിങ് 10,000 അല്ലെങ്കിൽ 1,000 മടങ്ങ് കൂടുതൽ കൺട്രാക്ഷൻസും റിലാക്സേഷൻസും ദിസ് ചെയർ ഇസ് ഡൂയിങ് ദാറ്റ് പർപ്പസ് ഫോർ യു. അപ്പോൾ അതാണ് ഈ കീഗൽസ് ചെയർ എന്ന് പറയുന്നത്. പിന്നെ മിനിമലി ഇൻവേസീവ് നമുക്ക് വരുന്നത് ലേസർ വരും. നമ്മൾ ഈ അൾട്രാസൗണ്ട് പ്രോബൊക്കെ പോലെ ഒരു ചെറിയൊരു പ്രോബാണ്. അത് നമ്മൾ വജൈനയിൽ വെച്ചിട്ട് ലേസർ ഷോട്ട്സ് അടിക്കുക ചെയ്യാം. ലേസർ ഷോട്ട്സ് വരുമ്പം തെർമൽ എനർജി, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് അവിടുത്തെ കൊളാജനെ റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റീബിൽഡ് ചെയ്ത് അവിടെ ന്യൂ വെസൽസ് വന്ന് അവിടുത്തെ ടിഷ്യൂവിൻ്റെ സ്ട്രെങ്ത്തും മസിൽ സ്ട്രെങ്ത്തും ബെറ്റർ ആകുന്നു. സോ യു വിൽ ആക്ച്വലി ഗെറ്റ് എ റിജുനുവേറ്റിംഗ് പർപ്പസ്. ഇപ്പം നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നില്ലേ, ലേസർ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഫേസിലത്തെ മസിൽസ് ആക്ച്വലി ടൈറ്റൻ ചെയ്യാണ് ചെയ്യുന്നത്. ദ സെയിം പ്രോസസ് ഇസ് ഹാപ്പനിങ് ടു യുവർ പെൽവിക് മസിൽസ്. പിന്നെ മിനിമലി ഇൻവേസീവ് നമ്മൾ PRP പോലത്തെ പ്രൊസീജിയേഴ്സ്. ഐ തിങ്ക് എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് PRP. പക്ഷെ മുടിയുടെ സ്കിന്നിൻ്റെ കാര്യത്തിലായിരിക്കും എല്ലാവരും കേട്ടിട്ടുള്ളത്. ദാറ്റ് സെയിം PRP എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എടുക്കുകയാണ്. അതിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്. ദാറ്റ് വി ആർ ഇഞ്ചെക്ടിങ് ഇൻ ടു ദ വജൈന. വജൈനയിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സെയിം ഇത് തന്നെയാണ്, കൊളാജൻ പ്രൊഡക്ഷൻ വരുന്നു, യുവർ മസിൽ സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് എ റിജുനുവേറ്റിംഗ് പ്രോസസ് ഫോർ ദ വജൈന. യൂഷ്വലി ചൈൽഡ് ബർത്ത്, ഏജിങ്, മെനോപോസ്, കാരണം കുറേ ഹോർമോൺ ചേഞ്ചസ് സ്ത്രീകളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. സോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി അസോസിയേറ്റഡ് ഇച്ചിങ്, ഡിസ്കംഫർട്ട്, ബേണിങ്, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും വരും. പക്ഷെ നമ്മൾ സ്ത്രീകൾ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ സഹിക്കുക, ഇത് നോർമൽ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇപ്പോൾ കൂടെയുള്ള ഒരാളോട് പറഞ്ഞാൽ അവരും പറയും നിനക്കുണ്ടോ, എനിക്കും സെയിം പ്രശ്നം തന്നെയാണ്. അപ്പം അഗെയിൻ വി ആർ റീഅഫേമിങ് ദാറ്റ് ഓക്കെ ഇറ്റ് ഈസ് എ നോർമൽ പ്രോസസ് വിച്ച് വിമൻ ഹാവ് ടു ബെയർ. അപ്പം അതല്ല, വി ഹാവ് സൊല്യൂഷൻ ഫോർ ഓൾ ദിസ്. പിന്നെ ഒരു മെയിൻ പ്രോബ്ലമാണ് യൂറിൻ ലീക്ക്. ഇപ്പം എനിക്കറിയാവുന്ന, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ എനിക്കറിയാം പാഡ് വെക്കാണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം ചിരിച്ചാലോ തുമ്മിയാലോ ഒക്കെ യൂറിൻ പോവുകയാണ്. അപ്പം സർജറി ചെയ്യാൻ പേടി. അപ്പോൾ എന്താ ചെയ്യുക, പാഡ് വെച്ചിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ യൂറിൻ്റെ സ്മെല്ല് വരുമോയെന്ന് പേടിയാവും.
പേടിയായി കഴിഞ്ഞാൽ പിന്നെ ഇവർ പുറത്തേക്ക് ഫങ്ഷൻസിനോ ഒന്നും പോവാണ്ടാവും. പിന്നെ ഈവൻ സ്മെല്ല് വരുമോയെന്ന് വിചാരിച്ച സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ഇച്ചിങ് ഇറിറ്റേഷൻ കാരണം സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ലാക്സിസിറ്റി കാരണം സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളുണ്ട്. വിച്ച് വിമൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ഓക്കെ വി ആർ വിമൻ, വി ഹാവ് ടു സഫർ, വി ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദിസ് തിങ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കാരണം നോബഡി ടോക്സ് ഇറ്റ് ഔട്ട്. ആക്ച്വലി കോസ്മെറ്റിക് ഗൈനക്കോളജി ഗിവ്സ് എ സൊല്യൂഷൻ ഫോർ ഓൾ ദിസ് പ്രോബ്ലം. ഇപ്പം ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ട്, വെജൈനൽ ലാക്സിറ്റി കാരണം നമുക്ക് എന്താ പറയുക, ആളുകൾ അതിനകത്തേക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിപ്പം ഒരു ഇച്ചിങ് നേരിടുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് പാർട്സിലൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, നമ്മൾ നേരെ പോകുന്നത് എപ്പോഴും ഒരു ഗൈനക്കിനെ കാണാനായിരിക്കും. നമുക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്നോ നമ്മൾ അവിടെയാണോ ട്രീറ്റ് ചെയ്യേണ്ടതെന്നോ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നോ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുമില്ല. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ ഈ ഒരു ഏരിയയിലേക്ക് ലീഡ് ചെയ്യാറുണ്ടോ, അതോ ഗൈനക്കോളജിസ്റ്റ് തരുന്ന മെഡിസിൻ നമുക്ക് ഇറ്റ്സ് ഓക്കെ ഫോർ ആണോ? എല്ലാ ഇൻഫെക്ഷൻസിനും ഞാൻ പറയില്ല ഡയറക്റ്റായിട്ട് പോയി ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഒന്ന്, ദർ ആർ വെരി ഫ്യൂ നമ്പർ ഓഫ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. പിന്നെ ഒരു ബേസിക് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഗൈനക്കോളജിയിൽ പഠിക്കുന്നുണ്ട് ഹൗ ടു ട്രീറ്റ് ഇറ്റ് എന്നുള്ള ഇതിൽ. റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക, നമ്മളൊരു പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നു, വി ആർ ടേക്കിംഗ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്തു, നെക്സ്റ്റ് ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി അഫക്റ്റിംഗ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടും നമുക്ക് ഇൻഫെക്ഷൻ മാറുന്നില്ല, അല്ലെങ്കിൽ ഈ ചൊറിച്ചിൽ മാറുന്നില്ലെങ്കിൽ ദർ ഇസ് സംതിങ് വി ആർ മിസ്സിങ് ഔട്ട്. ദാറ്റ് മേ നോട്ട് ബി ദ ഇൻഫെക്ഷൻ. നമ്മൾ ആ ബേസിക് പ്രോബ്ലം അവിടെ ട്രീറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു സൂത്തനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഫോർ ദ ടൈം ബീങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന അവിടുത്തെ ലാക്സിസിറ്റി, ബാക്കി ഡിസ്കംഫർട്ട്, ഇതൊന്നും നമ്മളതിൽ കാര്യമായിട്ട് എടുത്തിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. സോ ആക്ച്വലി യു ഹാവ് ടു ട്രീറ്റ് ദ ബേസിക് പെത്തോളജി. അതാണ് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻഫെക്ഷൻ തന്നെ ഓടി കോസ്മെറ്റിക് ഗൈനക്കിൻ്റെ അടുത്ത് ചെല്ലണം എന്നില്ല. യു ക്യാൻ ഷോ യുവർ ഗൈനക്കോളജിസ്റ്റ്. റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക, അല്ലെങ്കിൽ ഡിസ്കംഫർട്ട്, ബേണിംഗ് വിച്ച് ആർ നോട്ട് ഗെറ്റിംഗ് റിലീവ്ഡ്, those cases you have to definitely consult a cosmetic gynecologist. നമുക്ക് ഈ അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം സെക്ഷൽ പ്ലഷർ ആസ്വദിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് വെജൈനൽ ലാക്സിറ്റി കാരണം നമുക്ക് അത്തരം കാര്യങ്ങൾ ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ, അത് എൻജോയ് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റാതെ സ്ത്രീകൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. ഇത് ഇവരുടെ കുടുംബജീവിതത്തെയും ബാധിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളുമായി ആളുകൾ സമീപിക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ് റേറ്റ് ഇസ് ഓൾസോ ഓൺ ദ ഹൈ. ഒരു മാരീഡ് ലൈഫിലത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു ഗുഡ് സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ സെക്സ് അവോയ്ഡ് ചെയ്യുക, ഒന്ന് ചിലപ്പം ഈ ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും. ഒരു പ്രാവശ്യം സെക്സിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് വജൈനൽ ഇച്ചിങ് വരുന്നു, അല്ലെങ്കിൽ ബേണിംഗ് വരുന്നു, ഇറിറ്റേഷൻ വരുന്നു, ദേ ആർ നോട്ട് ഏബിൾ ടു എൻജോയ് ദ സെക്സ്. അപ്പോൾ എന്ത് ചെയ്യും? വി ട്രൈ ടു അവോയ്ഡ് ദാറ്റ് പ്രോസസ്സ്. അപ്പം അത് എന്താ പറയുക, പുരുഷന്മാർക്ക് അത് അവരോടുള്ളൊരു ഇഷ്ടക്കുറവ് ആയിട്ട് ചിലപ്പം ലീഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരാം. ഒന്ന്, നമ്മൾ തുറന്ന് പറയില്ല ഇതാണ് പ്രശ്നം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കും. ചിലവർ ഇതെല്ലാം വേദന സഹിച്ച് സെക്സിൽ ഏർപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഓരോ പ്രാവശ്യവും വേദന സഹിച്ച് സെക്സിൽ ഏർപ്പെട്ട് അതിൻ്റെ ബുദ്ധിമുട്ടും കൂടി സഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഉദ്ദേശിക്കുന്നത് if they are having these problems, you give a solution for these problems. ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ നമ്മുടെ സെക്ഷൽ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. ഇപ്പോൾ വജൈനൽ ലാക്സിസിറ്റി ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ്? ആസ് ഐ ടോൾഡ്, ഡെലിവറി കഴിയുമ്പോൾ അവിടുത്തെ മസിൽസ് ലൂസൻ ആവും. സോ യു ആർ നോട്ട് ഏബിൾ ടു ഹാവ് ദ സെക്ഷൽ പ്ലഷർ വരുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, പെൽവിക് ഫ്ലോർ റിപ്പയർ എന്ന് പറയും. നമ്മൾ അവിടുത്തെ മസിൽസ് ടൈറ്റൻ ചെയ്ത് നമ്മൾ നേരത്തെ പോലെ അത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ സർജറി പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിനിമൽ ലാക്സിസിറ്റിയേ ഉള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ഈ ലേസർ വെച്ചിട്ട് തന്നെ നമുക്ക് വജൈനൽ ടൈറ്റനിങ് പോസിബിൾ ആണ്. ഞാൻ റിജുനുവേഷൻ എന്ന് പറഞ്ഞു, നമുക്ക് അവിടുത്തെ മസിൽസ് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്ത് റിജുനുവേറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഈ ലേസർ ഷോട്ട്സ് നമ്മൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അവിടുത്തെ വജൈനൽ ടൈറ്റനിങ് പോസിബിൾ ആണ്. അത്
ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. പിന്നെ ചിലവർക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ജി സ്പോട്ട്, ഓ സ്പോട്ട്, ഓഗ്മെൻറ്റേഷൻ പ്രോസസ്സുകളുണ്ട്. വേറെ നമ്മൾ ഈ PRP ഈ ജി സ്പോട്ട്, ഓ സ്പോട്ട് ഏരിയാസിലേക്ക് കൊടുത്താൽ ഇതൊക്കെ ഇറോജിനസ് സ്പോട്ട്സ് ആണ്. സ്റ്റിമുലസ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പ്ലഷർ കിട്ടുന്ന സ്പോട്ട്സ്. അത് ഓഗ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടി സ്ത്രീകൾക്ക് ചിലപ്പോൾ പ്ലഷർ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഓപ്ഷൻസും നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ അവൈലബിൾ ആണ്. നമ്മൾ കേൾക്കുന്ന ഒന്നാണ് പ്രസവം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി 2 മാസം കഴിഞ്ഞ് അടുത്ത ആളെ പ്രഗ്നൻ്റ് ആവുന്നൊക്കെ ഒരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിൻ്റെ ഹെൽപ്പ് എടുക്കുമ്പോൾ ഈ മുലയൂട്ടുന്ന അമ്മമാരും ഒക്കെ എത്ര നാൾ ഗ്യാപ്പിൽ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടണം? അതായത് പ്രസവം കഴിഞ്ഞ പാടെ പറ്റുമോ? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രിക്കോഷണറി മെഷേഴ്സ് അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയണമെങ്കിൽ അതിന് മുന്നേ ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് കൊണ്ട് തെറ്റില്ലായിട്ട് വരുന്നതാണോ ഏറ്റവും നല്ലത്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചൊരു തെറാപ്പി. എനി ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ടു പ്രഗ്നൻസി, സെക്ഷൽ ലൈഫ്, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ യു കം ആസ് എ കപ്പിൾ. കാരണം രണ്ടുപേരുടെ എക്സ്പെക്ടേഷൻസ് നമുക്ക് മനസ്സിലാവും. പ്ലസ് നമുക്ക് കൗൺസിലിങ്ങും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം സ്ത്രീകളോട് മാത്രം പറഞ്ഞു കൊടുക്കുന്നതിലും രണ്ടുപേരെയും നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് അവരും കൂടെ അതിലൊരു ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്ക് ആക്ച്വലി തിങ്സ് ബിക്കം ലിറ്റിൽ മോർ ബെറ്റർ ഫോർ ദ ഫീമെയിൽ. അതുകൊണ്ട് എപ്പോഴും രണ്ടുപേരും ഒന്നിച്ച് വരുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ കുറേ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അതിലും നമ്മൾ ഈ ഹസ്ബൻഡിനെയും വൈഫിനെയും കൂടെ പിടിച്ചിരുത്തി യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ടുപേരെയും കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, പ്രസവിക്കുന്നത് ഭാര്യയല്ലേ, എന്തിനാ ഞാൻ ഇൻവോൾവ്? ബട്ട് ഇറ്റ് ഈസ് ദാറ്റ് യുവർ പ്രസൻസ് ഇസ് ദർ. അതാണ് അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് പുരുഷന്മാരും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ്. എന്നോടുള്ള ഇഷ്ടക്കുറവ് കാരണമല്ല, മേ ബി ഷീസ് ഹാവിങ് എ ഡിസ്കംഫർട്ട്. അത് മനസ്സിലാക്കാനായിട്ട് അവർക്കും ആ ഒരു ധാരണ വേണമല്ലോ, ഇതൊക്കെ നടക്കാം പ്രഗ്നൻസി കഴിഞ്ഞാൽ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ബോത്ത് ഓഫ് ദെം കം. പിന്നെ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിലും യൂഷ്വലി വി സ്റ്റാർട്ട് ഇറ്റ് ഓൺലി ആഫ്റ്റർ 3 months. നമ്മുടെ ഇപ്പോൾ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ അത് ഉണങ്ങി സ്ത്രീകളുടെ ഒരു നോർമൽ ലൈഫിലേക്ക് വരിക, പിന്നെ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് ബാക്ക് ടു നോർമൽ സൈസ് ആവുക, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 months ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈവൻ കീഗൽസ് ചെയർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതായത് നമ്മുടെ പ്രഗ്നൻസി കഴിയുന്നു, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമത്തിലൂടെയും ഡയറ്റിലൂടെയും ഒക്കെ നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുന്നു. അപ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ സ്കിൻസ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനെ ഈ ലേസർ പോലെയുള്ള ചികിത്സയിലൂടെ ഒക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ഈ മോമി മേക്ക് ഓവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒന്ന് വയറ് പെട്ടെന്ന് ചാടി അല്ലെങ്കിൽ ബ്രസ്റ്റ് സാഗ് ചെയ്യുന്നു, ഇങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് കാരണം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ടമ്മി ടക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് ലിഫ്റ്റിംഗ് ഇതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വജൈനൽ ഹെൽത്ത്, ലാക്സിസിറ്റി. അതിന് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കീഗൽസ് എക്സസൈസ്, കീഗൽസ് ചെയർ, ആൻഡ് ഇഫ് റിക്വയർഡ് ലേസർ റിജുനുവേഷൻ, ടൈറ്റനിങ് പോസിബിലിറ്റീസ് എല്ലാം നമുക്കവിടെ ആവശ്യാനുസരണം കൊടുക്കാം. ഇപ്പൊ വരുന്ന എല്ലാവരെയും നമ്മൾ ആദ്യമേ പിടിച്ച് ലേസർ ചെയ്യുന്നല്ല, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസ്കംഫർട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇഫ് ദ വിമൻ നീഡ് ഇറ്റ് ദെൻ യു ഓഫർ ഇറ്റ്. അല്ലാണ്ട് നമ്മളൊരു ഡിഫക്റ്റ് കണ്ടു എന്ന് വെച്ചിട്ട് ചാടിക്കറി അതിന് കറക്ഷൻ പറയുകയല്ല ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇൻറ്റിമേറ്റ് ഹെൽത്തും കൂടി. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്കിൻ ലാക്സിസിറ്റി എന്ന് പറഞ്ഞു, അതുപോലെ നമുക്ക് ഈ മെനോപോസൽ സ്റ്റേജ് അല്ലെങ്കിൽ കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലേബിയലത്തെ സ്കിന്നും ഒക്കെ ഭയങ്കര ലൂസാവും. അപ്പോൾ ചിലവർക്ക് അതിൻ്റെ ഫുൾനെസ്, ഫേംനെസ് തിരിച്ചു വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് പാർട്ട് വരുന്നത്, വേർ വി ക്യാൻ ആക്ച്വലി ഡു ഫില്ലേഴ്സ്. ഈ ലേബിയൽ ഫോൾഡൊക്കെ നമുക്ക് ബാക്ക് ടു നോർമൽ, നിയർ നോർമൽ ഇതിലേക്ക് എത്തിക്കാനായിട്ട് യു ക്യാൻ അപ്ലൈ. നമ്മളിപ്പം ലിഫ്റ്റ് ചെയ്യില്ലേ, ത്രെഡൊക്കെ വെച്ചിട്ട് ഈവൻ ഐബ്രോസ് സാഗ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലേബിയയുടെ അവിടെയും ഈ ത്രെഡ്സും PRP ഒക്കെ ചെയ്തിട്ട് നമുക്കതിൻ്റെ സ്കിൻ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, വേർ യു ക്യാൻ ഗീവ് ഫുൾനെസ് ഫോർ ദ വജൈന. അപ്പം അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നവർക്ക് അങ്ങനത്തെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഈ മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് വിശദീകരിക്കാമോ, എന്താണത് എന്നൊക്കെയുള്ളത്? ഓക്കെ, മമ്മി മേക്ക് ഓവറിൽ ബേസിക്കലി നമ്മൾ പറയുക ടമ്മി ടക്ക്, ബ്രസ്റ്റ് ലിഫ്റ്റ്. ടമ്മി ടക്ക് യൂഷ്വലി ഒരു പ്ലാസ്റ്റിക് സർജൻസ് ആണ് കൂടുതലായിട്ട് ചെയ്യുക, ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷനും പ്ലാസ്റ്റിക് സർജൻസ് ആണ് കൂടുതലായിട്ട് ചെയ്യുക. പിന്നെ പോസ്റ്റ് പ്രഗ്നൻസി ചിലവർക്ക് പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്, വേർ നെക്ക് പ്രൈവറ്റ് ഏരിയാസിൽ
ഫേസിലൊക്കെ ഭയങ്കര ഡാർക്കനിങ് ആയി എന്നുള്ള. ഭൂരിഭാഗം ഈ ഡാർക്കനിങ്ങും പ്രഗ്നൻസി കഴിഞ്ഞ കുറച്ച് മാസങ്ങളോടുകൂടി ഈ തേച്ചുകുളി കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് മിക്കവർക്കും അത് ബാക്ക് ടു നോർമൽ വരാറുണ്ട്. ചിലവർക്ക് അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈവൻ നമുക്ക് ഒരു കോസ്മെറ്റോളജി ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടെ ഇതിനും ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. വേർ യു ക്യാൻ ഗോ ഫോർ കെമിക്കൽ പീൽസ്, യു ഹാവ് ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് മാറ്റാനാണെങ്കിൽ യു ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ലൈക്ക് PRP, ലേസർ, മൈക്രോ നീഡ്ലിംഗ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ സ്ട്രെച്ച് മാർക്സ് ഒക്കെ നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ആ ഒരു ഏർലി സ്റ്റേജസിൽ കറക്റ്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ടെക്സ്ചർ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നോർമൽ സ്കിൻ പോലെ ആകും എന്നല്ല, ബട്ട് യുവർ ടെക്സ്ചർ ക്യാൻ ബിക്കം നിയർ നോർമൽ ടു യുവർ നോർമൽ സ്കിൻ. മെനോപോസിന്റെ സമയത്ത് സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഹോർമോണൽ ഇഷ്യൂസ്, നമ്മുടെ സ്കിന്നൊക്കെ ഡാർക്ക് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്നു, ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. ഇതൊക്കെ പലരും സഹിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ചിലർ പറയുന്ന കേൾക്കാം ബോഡി ഭയങ്കര ഹീറ്റ് ആവുകയാണ്. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ല, അതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ട് എന്ന് തോന്നാറുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഭൂരിഭാഗം ആൾക്കാരും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതൊക്കെ നോർമലാണ് എന്നുള്ള, ഇത് സഹിക്കുന്നതിനേക്കാളും നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോർമലാണ്, ഇങ്ങനെ തന്നെയാണ് പ്രായമാകുമ്പോൾ വരുന്നത് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അമ്മ മെനോപോസൽ, മോള് ടീനേജ്. സോ ഇറ്റ് ഇസ് എ ഡെഡ്ലി കോമ്പിനേഷൻ ആ ഒരു സമയം. അപ്പം അതിലും ഒരുപാട് പേര് സ്ട്രെസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബിക്കോസ് ഈ അഡോളസൻസ്, ടീനേജ് പോലെ വളരെ പ്രശ്നമുള്ള ഒരു ഫേസ് തന്നെയാണ് ഈ പ്രീ മെനോപോസ്, മെനോപോസൽ സ്റ്റേജ്, വേർ യുവർ ട്രാൻസിഷൻ ഇസ് ഹാപ്പനിങ്. നമ്മുടെ കുറേ ഇറിറ്റേഷൻസ്, മൂഡ് സ്വിങ്സ്, നമുക്ക് വരുന്ന ഈ ഡിസ്കംഫേർട്സ്, ഇതെല്ലാം തന്നെയാണ് ആക്ച്വലി നമ്മൾ ടെമ്പറായിട്ട് പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഐ തിങ്ക് ദറ്റ് ട്രാൻസിഷൻ ടു മെനോപോസ് ഓർ യുവർ മെനോപോസ്, ആക്ച്വലി നമ്മളിപ്പോൾ പറയുക 40s ആർ ദ ന്യൂ 20s എന്നല്ലേ. അപ്പം സോ വേർ വിമൻ ആർ ആക്ച്വലി കമ്മിങ് ഫോർവേഡ് because they don't want to age. ഏജിനേക്കാളും അവിടെ they are actually looking for their comfort. So basically it is actually you are getting back to your കുട്ടികളെയൊക്കെ നോക്കി. നമ്മളൊരു 30s സാധാരണ എന്താ സംഭവിക്കുക, നമ്മൾ കുട്ടികളുടെ പിന്നാലെ നടക്കുന്നു, വീട് നോക്കുന്നു, അച്ഛനെ അമ്മേനെ നോക്കുന്നു. സോ ഇറ്റ് ഇസ് ലൈക്ക് എ മെസ്. സോ ബൈ 40 ഈവൻ കരിയർ ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഏകദേശം ഒന്ന് സെറ്റിലായി. സോ ആക്ച്വലി യു ഹാവ് ടൈം ഫോർ യുവർ സെൽഫ്. And this is the ideal time that you have to invest on yourself. Because നമ്മൾ ആ ഒരു ഫേസ് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈവൻ യുവർ ഏർലി 60s ഇതെല്ലാം നമുക്ക് ഡിസ്കംഫേർട്ട് കുറച്ചുകൊണ്ട്, അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം എന്നല്ല ഞാൻ പറയുന്നത്, ഡിസ്കംഫേർട്ട് കുറച്ചുകൊണ്ട് യു ക്യാൻ ആക്ച്വലി സെയിൽ ത്രൂ യുവർ മെനോപോസ് more elegantly rather than shouting and showing your temper. അങ്ങനെയാണല്ലോ നമ്മൾ മെനോപോസുകാരെ കാണിക്കുന്നത്. ബട്ട് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡിസ്കംഫർട്ട് വാട്ട് ദേ ആർ സഫറിങ്. അപ്പോൾ ആ സഫറിങ്സിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇറ്റ് വിൽ ബിക്കം മോർ സ്മൂത്ത് ട്രാൻസിഷൻ. 40s എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നു പ്രായമായി ഇനി ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന ഒരു വിഭാഗവും, കുറച്ചും കൂടെ നമ്മളെ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടും നന്നായി പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണല്ലോ അവിടെ ഉണ്ടാവുക. രണ്ടുപേർക്കും പക്ഷേ ഈ ഒരു മെനോപോസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചോ അറിയാത്തൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താണെങ്കിലും ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജീനെ കാണുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം കൂടുതൽ, ഇപ്പം നമ്മുടെ ഓഫീസിലൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നതാണ് അമ്മമാരുടെ ഗർഭപാത്രം ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഇപ്പോൾ കുറേയധികം ആളുകളിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമോ? ഒന്ന് ഞാൻ പറഞ്ഞു, ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ അവിടുത്തെ മസിൽസിൻ്റെ വീക്ക്നെസ് വരും. പ്ലസ് യുവർ ഏജിങ് പ്രോസസ് വേർ ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ ലാക്സിസിറ്റി ഇൻവേരിയബിളി വരും. ഈ രണ്ട് കാരണങ്ങളും കൊണ്ടാണ് നമ്മുടെ യൂട്രസും യൂറിനറി ബ്ലാഡർ ഇതെല്ലാം താഴേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത ഉള്ളത്. ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ പോസ്റ്റ് ഡെലിവറി ഒന്ന് അഡിക്വേറ്റ് റെസ്റ്റ് പ്ലസ് Kegels exercise where we are gaining back the strength of the pelvic muscles, which
ഐ സെഡ് 99% ഓഫ് ദ വിമൻ വിൽ അവോയ്ഡ്. അപ്പോൾ അത് നമ്മൾ ഏർലി റീഹാബിലിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി യു ക്യാൻ ഡിലേ ദിസ് പ്രോസസ്സ്. പിന്നെ നമ്മൾ ഈ പ്രൊലാപ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പം കീഗൽസ് ചെയർ, പെൽവിക് ഫ്ലോർ റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈവൻ ഏർലി സ്റ്റേജസ് ഓഫ് പ്രൊലാപ്സിലാണെങ്കിൽ നമുക്ക് ഈ PRP ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ സെർവിക്സിൻ്റെ 2 സൈഡിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കൊളാജൻ റീമോഡലിംഗ് കാരണം ടൈറ്റ്നസ് വരും. സോ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഫർദർ ഡിസെൻഡ് ഓഫ് ദ ഓർഗൻസ്. അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദം സർജറി ആയിരിക്കുമല്ലോ ഇതിനൊരു ഓപ്ഷൻ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഡോക്ടറെ കാണില്ല. അയ്യോ ഞാൻ പോയാൽ എന്തായാലും എന്നോട് സർജറി പറയുമെന്ന് വെച്ച് നമ്മൾ നീട്ടിക്കൊണ്ടുപോയി അവസാനം എന്ത് പറ്റും, ഫുൾ യൂട്രസ് താഴേക്ക് ഇറങ്ങിക്കഴിയും. വേർ ദർ ഇസ് നോ അതർ ഓപ്ഷൻ അതർ ദാൻ സർജറി. യൂട്രസ് ഫുള്ളായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരും. സോ ടു പ്രിവെൻറ്റ് ദാറ്റ് യു ക്യാൻ ഡു ഓൾ ദിസ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സസ് ഏർലിയർ സോ ദാറ്റ് യു ക്യാൻ അവോയ്ഡ് എ സർജറി ലേറ്റർ. ഇപ്പം നമ്മുടെ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കര ചെലവേറിയ ഒരു പരിപാടിയാണ്, ഇതെല്ലാവർക്കും പറ്റില്ല, കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന് മുതിരുള്ളൂ എന്നൊക്കെ ആയിരിക്കും. സാധാരണക്കാരായ ആളുകളിലേക്ക് ഈ വാക്ക് പോലും പ്രോപ്പറായി എത്താത്തൊരു കണ്ടീഷനും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ചിലവേറിയതാണോ? ഇതിന് ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഐ ഡോണ്ട് തിങ്ക്, ബിക്കോസ് കോസ്മെറ്റിക് പ്രോസസ്സുകളൊന്നും തന്നെ ഇൻഷുറൻസ് കവറേജ് ഇല്ല. ബട്ട് നമ്മളിപ്പം ഒരു വജൈനൽ ഇച്ചിങ് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ, ബിക്കോസ് യു ആർ ആക്ച്വലി ട്രീറ്റിംഗ് എ പ്രോബ്ലം ദർ. നമ്മൾ കോസ്മെറ്റിക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ ഇൻ ദാറ്റ് കേസ് മേ ബി, ബട്ട് ഐ എം നോട്ട് ഷുവർ അത് ഇൻഷുറൻസ് ഇതിലുള്ള, ബിക്കോസ് ദീസ് ആർ ഓൾ ന്യൂവർ ട്രീറ്റ്മെൻറ്റ്സ്. നോ, സോ വെദർ ദാറ്റ് ഇസ് എൻറ്റേർഡ് ഇൻ ടു ദ ഇൻഷുറൻസ് തിങ് ഐ എം നോട്ട് ഷുവർ. ആസ് ഫാർ ആസ് ഐ നോ, ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് കവേർഡ്. പിന്നെ ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചാൽ കമ്പയർഡ് ടു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ദിസ് ആർ ചീപ്പർ. ബട്ട് ഇറ്റ് വിൽ റിക്വയർ മൾട്ടിപ്പിൾ സെഷൻസ്. ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം വന്ന് ചെയറിൽ ഇരുന്ന് എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം വന്ന് ലേസർ ചെയ്തിട്ട് പോവുക, അങ്ങനെയല്ല. ദിസ് റിക്വയർ മൾട്ടിപ്പിൾ സെഷൻസ്. പിന്നെ ടോപ്പ് അപ്പ് സെഷൻസും വേണ്ടി വരും. ചിലപ്പോൾ ഒരു 6 months വൺസ് യു വിൽ ഹാവ് ടു അഗെയിൻ ഡു ദ സെയിം പ്രൊസീജിയർ. ലേസർ ചിലപ്പോൾ ഒരു 6 months വീണ്ടും ഒരു സെഷൻ ചെയ്യേണ്ടി വന്നേക്കാം. ക്യുമുലേറ്റീവ് റേറ്റ് നോക്കുകയാണെങ്കിൽ മേ ബി ഇറ്റ് ഈസ് ലിറ്റിൽ ഓൺ ദ ഹയർ സൈഡ്. പക്ഷേ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ആൻഡ് നമുക്കിപ്പം ഒരു മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ നമ്മൾ എന്തോരം രൂപ ചിലവാക്കുന്നുണ്ട്. സോ ഇഫ് യു ക്യാൻ അഫോർഡ് ദാറ്റ്, ഡെഫിനറ്റ്ലി യു ക്യാൻ അഫോർഡ് എ കോസ്മെറ്റിക് ഗൈനക് പ്രോസസ്. നമ്മൾ സ്ത്രീകൾ എപ്പോഴും ഈ അപകർഷതാബോധം കൊണ്ട് നടക്കാതെ ഒരിക്കലും ട്രീറ്റ്മെൻറ്റിലൂടെ ഒന്ന് പരിഹരിക്കാൻ ശ്രമം നടത്തില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കരിയറിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു ഓട്ടമായിരിക്കും. ഇപ്പം ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പം വെജൈനൽ ലാക്സിറ്റി കാരണം നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മാരീഡ് ലൈഫ് ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റാത്ത കുറേയധികം സ്ത്രീകളുണ്ട്. ഇത് പുറത്തു പറയാത്തവരുണ്ട്. അത്തരം അപകർഷതാബോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. എനിക്കിതിനെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം അവരൊക്കെ എന്താണ് മാമിന് പറയാനുള്ളത്? സി, ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ നമ്മുടെ ബോഡീനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ദർ ഇസ് നത്തിങ് കോൾഡ് എ പെർഫെക്റ്റ് വജൈന. ഇറ്റ് ഹാസ് ടു സെർവ് ദ പർപ്പസ്, അത്രേ ഉള്ളൂ. ഇഫ് യു ആർ ഹാപ്പി വിത്ത് ഇറ്റ് ദെൻ ഇറ്റ് ഈസ് ഫൈൻ. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ആ ഒരു വജൈന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ട്. സംടൈംസ് ഇപ്പോൾ കറക്ഷന് വരുന്ന ആൾ നമ്മളെ കാണിക്കുന്ന ഒരു ഫോട്ടോ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫോട്ടോ ആയിരിക്കാം. അപ്പം ഐ യൂഷ്വലി കൗൺസിൽ ദം ദാറ്റ് വാട്ട് ഈസ് നോർമൽ, വെദർ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദെയർ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ഇത്രയും ഒരു കോസ്മെറ്റിക് പർപ്പസ്, ഐ എം ടെല്ലിങ് യു, കോസ്മെറ്റിക് ഒരു സർജറി ചെയ്യേണ്ടി വരുന്നത് ഇഫ് ഇറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് important for them. So ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആയിരിക്കണം, ലൈക്ക് വാട്ട് ദേ വാണ്ട് ആൻഡ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് ആഫ്റ്റർ സർജറി. ഒരു റിയലിസ്റ്റിക് പിക്ചർ കൊടുക്കുക. ഇപ്പോൾ അവർ തരുന്ന ഫോട്ടോയിലത്തെ ഒരു പിക്ചർ പോലെയോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയോ ചിലപ്പോൾ നമുക്ക് സർജിക്കൽ ഔട്ട്കം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ദെൻ ഓൾ ദിസ് കോസ്മെറ്റിക് തിങ്സ് നമ്മളൊരു സർജറി അല്ലേ ഉദ്ദേശിക്കുന്നത്. സോ അത് നമ്മൾ കൗൺസിൽ ചെയ്ത് ഹൗ ഫാർ ഇറ്റ് ഇസ് എഫക്റ്റിംഗ് ദെയർ ഫങ്ഷൻ, അല്ലെങ്കിൽ ഹൗ അഡമന്റ് ദേ ആർ ഡൂയിങ് ദ കറക്ഷൻ പ്രോസസ്ന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് കടക്കുക. അല്ലാണ്ട് ഒരാൾ വന്ന് എനിക്ക് ഇതുപോലെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഗ്യാരണ്ടി ദം ദെൻ ഓക്കെ നെക്സ്റ്റ് ഡേ വി വിൽ ഡു ദ സർജറി ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് വജൈന. ആൻഡ് ഇപ്പോൾ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ
ഇപ്പോൾ അത് റിക്കവർ ചെയ്ത് ഹീലിംഗ് പ്രോസസ്സും കൂടെ ഉണ്ടല്ലോ. സോ യു ഷുഡ് നോട്ട് ഗെറ്റ് വെറി ഡ്യൂറിങ് ദ ഹീലിംഗ് പ്രോസസ്സ്. നമ്മളൊരു സ്കാർ ഉണങ്ങാൻ എടുക്കുന്ന ഒരു ടൈമിൽ ഇറ്റ് വിൽ ഹാവ് ഡിസ്ചാർജ്, ഇറ്റ് ക്യാൻ ഹാവ് പെയിൻ. ഇപ്പോൾ സർജിക്കൽ പ്രോസസ്സസ് അൺലെസ് ഇറ്റ് ഇസ് ദാറ്റ് ഇൻഡിക്കേറ്റഡ് വി ഡോണ്ട് അഡ്വൈസ്. പിന്നെ ഹൗ ഫാർ ദേ വോണ്ട് ടു കറക്റ്റ് ദറ്റ് ഫങ്ഷൻ ഇഫ് ഇറ്റ് ഈസ് എഫക്റ്റഡ് ദെൻ ഡെഫിനറ്റ്ലി ദേ നീഡ് എ കറക്ഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വജനൽ ലാക്സിസിറ്റി ഉണ്ടെങ്കിലും സെക്ഷൽ ലൈഫിന് ഒരു പ്രോബ്ലവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ബിക്കോസ് യു ഡോണ്ട് ഗോ ഓൺലി ഫോർ ദ പെനട്രേറ്റീവ് സെക്സ്, യു ഹാവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗെറ്റിംഗ് പ്ലഷർ വിത്ത് അതർ ഫോംസ്. അപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫോർ ദെം നമ്മൾ ഈ വജന കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദേ വോണ്ട്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇംപ്രൂവ് ദെയർ ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർജിക്കൽ process correction. So in this process actually counseling takes so much of time. നമ്മൾ അവരെ കൗൺസിൽ ചെയ്യണം. കൗൺസിലിംഗ് ആണ് ഇതിൽ ഏറ്റവും മെയിൻ തിങ്. ദാറ്റ് വാട്ട് ദേ വോണ്ട്, വാട്ട് ദേ ക്യാൻ എക്സ്പെക്ട്, ഔട്ട്കം എന്തായിരിക്കും, ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക് പിക്ചർ. ആൻഡ് ആസ് ഐ സെഡ് ഇതെല്ലാം മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. സോ ദേ ഷുഡ് ബി ഏബിൾ ടു ഇൻവെസ്റ്റ് ദ ടൈം ആൻഡ് എനർജി ടു കം ആൻഡ് ഡു ദ പ്രോസസ് ഓൺലി. അപ്പം അതിൻ്റെ ഒരു റിയലിസ്റ്റിക് പിക്ചർ കൊടുത്തിട്ടാണ് നമ്മൾ ആക്ച്വലി ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നത് തന്നെ. സോ നമ്മളിപ്പോൾ ഒരു പനി വന്ന് ചികിത്സിച്ച് പോകുന്നത് പോലെയല്ല. ദിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ബട്ട് പീപ്പിൾ ആർ റെഡി ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു കംഫർട്ട്, ഇറ്റ് ഗിവ്സ് യു ബെറ്റർ ഫങ്ഷൻ, യു ഫീൽ ഗുഡ്. വെൻ യു ഫീൽ ഗുഡ് യുവർ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസസ്, നോ? So in that aspect definitely cosmetic gynecology is something which is going to give a promising result. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും, ഇതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് ഉണ്ടാവും, ഇപ്പം ഡോക്ടേഴ്സ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്ടിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സാധാരണക്കാർക്ക് അത് അത്ര ഈസി അല്ല. നമ്മൾ ഇപ്പോൾ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആളുകളും പറയുന്നേക്കാം, ഇപ്പോൾ ഒരു ഗൈനക്കിനെ കാണുവാണെങ്കിൽ കൂടുതലും സ്ത്രീകളായിട്ടുള്ള ഗൈനക്കിനെ കാണാൻ പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വെജൈന ലാസിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം ആളുകൾക്ക് അത്ര ഈസി ആയിരിക്കില്ല ഇതിനെ ഒരു പ്രോസസ്സ് ചെയ്ത് തലയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇസ് മേക്കിംഗ് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് പ്രോബ്ലംസ് ആർ പ്രോബ്ലംസ്. ഇത് നോർമൽ അല്ല, ദീസ് ആർ പ്രോബ്ലംസ്. ദാറ്റ് അവയർനെസ് ഷുഡ് ബി ദ ഫസ്റ്റ് തിങ് ടു ഹാപ്പൻ. ആ അവയർനെസ് വരണം. രണ്ടാമത് സ്ത്രീകൾ സംസാരിക്കാൻ റെഡിയാകണം. ഒന്ന്, ഞാനിതെങ്ങനെ പോയി പറയും, ഇപ്പൊ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വരികയാണെങ്കിൽ ആദ്യം അവർ ആലോചിക്കുക അവിടുത്തെ മുടി ഷേവ് ചെയ്യണോ, കട്ട് ചെയ്യണോ, ട്രിം ചെയ്യണോ, ഇനിയിപ്പോൾ ഡോക്ടർ എന്ത് വിചാരിക്കും, സ്മെല്ല് വരുന്നുണ്ടോ, പിന്നെ വജൈനൽ വാഷ് വഹിക്കുന്നു, അവിടെ കഴുകുന്നു. വി ആർ സീയിങ് ഇറ്റ് എവറി ഡേ. അപ്പം നിങ്ങൾ വരുന്നത് വെച്ചിട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ബി ജഡ്ജ്മെൻ്റൽ. അപ്പം അതാണ് രണ്ടാമത്തെ ഇത്, ദാറ്റ് യു talk to your gynec, you should have confidence in your gynec, and plus we are not there sitting to judge you. അത് മനസ്സിലാക്കുക. യു ആർ കമ്മിങ് വിത്ത് എ ഡിസീസ്. അപ്പം നമ്മൾ ആ ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ യു ആർ കമ്മിങ് വിത്ത് എ ഡിസ്ട്രെസ്, ആ ഡിസ്ട്രെസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ യു ക്യാൻ ടോക്ക് ഓപ്പൺലി. ഇപ്പം നമ്മൾ വേറൊരാളുടെ കൂടെ ഇരിക്കുകയാണ്, യു വാണ്ട് ടു ടോക്ക് പ്രൈവറ്റ്ലി, യു കെയിം വിത്ത് യുവർ ഹസ്ബൻഡ്, ബട്ട് യു വാണ്ട് ടു ടോക്ക് പ്രൈവറ്റ്ലി, യു ടെൽ യു വാണ്ട് ടു ടോക്ക് പ്രൈവറ്റ്ലി. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് സംസാരിക്കും. യു ആർ നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ദ എക്സാമിനേഷൻ, യു ടെൽ ദം ഐ എം നോട്ട് കംഫർട്ടബിൾ. മേ ബി 1 or 2 സെഷൻസ് നമ്മൾ ടോക്കിംഗ് കൗൺസിലിംഗ് കഴിയുമ്പോൾ മേ ബി യു വിൽ ഗെയിൻ കോൺഫിഡൻസ് വിത്ത് ദാറ്റ് ഗൈനക്കോളജിസ്റ്റ്, ആൻഡ് ദെൻ മേ ബി യു വിൽ ഓൾസോ ഓപ്പൺ അപ്പ്. പക്ഷെ ആദ്യത്തെ വിസിറ്റിൽ വന്നിട്ട് പിന്നെ വരാണ്ടിരിക്കരുത്. അതാണ് ഇതിൻ്റെ ബേസിക് ത്രെഡ്. ദാറ്റ് ഫോളോ അപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ കൺസേൺ വിത്ത് യുവർ ഇൻറ്റിമേറ്റ് വെൽനെസ്. അപ്പോൾ ഒന്ന്, അവയർനെസ്. രണ്ടാമത്, you should speak up. Third is, you want privacy, you open up and tell that you want privacy. We are there ready to hear, and there are dedicated cosmetic gynecologists now in South also. North there are many, but South there are a few of us. So if you want to talk anytime, I think everybody will, because we took this a field because we felt that women need this ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫീൽ ഫ്രീ ടു ടോക്ക്. ഇതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. സോ നൗ വിമൻ ആർ ഗെറ്റിംഗ് മോർ ഐഡിയാസ്. ഇപ്പം റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീല് കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ട് വന്നു, ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ, നീ പോയി ഒന്ന് ഡോക്ടറെ കാണിക്കും.
അപ്പം അങ്ങനെ പീപ്പിൾ ആർ ഗെറ്റിംഗ് അവയർനെസ്. ദാറ്റ് ഇസ് വൈ വി ഡു അവയർനെസ് പ്രോഗ്രാംസ് ലൈക്ക് ദിസ്. സ്റ്റിൽ ഒരു ചെറിയ പ്രോഗ്രാം ഒരു ഹാഫ് ആൻ അവർ നടത്തി എന്ന് വെച്ചിട്ട് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ഫുൾ ഐഡിയ ഓഫ് കോസ്മെറ്റിക് ഗൈനക്കോളജി. സോ എനി ഡൗട്ട്സ് ദേ ക്യാൻ കം. ഇപ്പോൾ വന്ന ഉടനെ നമ്മൾ പിടിച്ചു വെച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യില്ലല്ലോ. സോ ദേ ക്യാൻ കം, talk, ask their doubts, then decide whether you want to get the treatment done or no. അല്ലെങ്കിൽ ഇപ്പോൾ ചെന്ന ഉടനെ ഡോക്ടർ സർജറി പറയുന്നു വിചാരിച്ചിട്ട് നമ്മൾ പോകാണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സർജറി വേണോ വേണ്ടേ എന്നുള്ളത് കണ്ടാലല്ലേ അറിയുള്ളൂ. അപ്പോൾ പോയി കാണിക്കുക, സ്പീക്കിംഗ് അപ്പ്. ഐ തിങ്ക് ബീയിങ് ഓപ്പൺ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഗെറ്റിംഗ് യുവർ സെൽഫ് ക്യൂർഡ്. താങ്ക് യു ഡോക്ടർ. ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഇത്രയും പുതിയൊരു അറിവുകൾ തന്നതിന്, ഒരു സ്ത്രീക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.